ഊട്ടിയിൽ പോകുന്നവരുടെ ശ്രദ്ധക്ക് ടീ ഫാക്ടറിയിൽ നിന്ന് ഫ്രീ ആയി കിട്ടുന്ന ചായ കുടിച്ച് പണി കിട്ടണം. അങ്ങനെ അത് സംഭവിച്ചു ഗൈസ്. 4-5 കൊല്ലത്തിന്റെ പ്ലാനിങ്ങിന്റെ ഒടുവിൽ സക്സസ്ഫുള്ളി നമ്മളെ ഫാമിലി ട്രിപ്പ് പോക്കായി. ഇതാണ് നമ്മളെ ട്രിപ്പ് പ്ലാനറും എല്ലാമായ ഫിറോസ് അപ്പ. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നു. മസനഗുടി പോയിട്ട് ഫസ്റ്റ് കണ്ടത് ആനനെയാ, പിന്നെ ഫുള്ളും മാനും. എന്തെല്ലോ പ്രതീക്ഷയും വെച്ച് പോയതാ. ഇതാണ് എൻ്റെ ആചാര. ഉമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് ട്രിപ്പ് ഫ്രീയാ. പിന്നെ ഈ ഉരുണ്ട കളിക്കുന്ന ഇതെല്ലാം ഓസിക്ക് ട്രിപ്പിന് വന്ന ടീംസാണ്. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നമ്മൾ ആ സത്യം മനസ്സിലാക്കിയ ഊട്ടിയിൽ വരുന്നതിനെക്കാട്ടും ഇരട്ടി പൈസയാവും ഫുഡ് കഴിക്കാനും. പിന്നെ ഊട്ടിൻ്റെ ഏതോ ഒരു സൈഡിലാണ് നമ്മൾ റൂം നോക്കിയ ഒരു വലിയ വീട് തന്നെ ഇങ്ങെടുത്ത്. ഫുഡിന് നമ്മൾ പാക്കേജ് എടുക്കുക. ഒരാൾക്ക് 500 റുപ്യ വെച്ചിട്ട് 4 നേരത്തെ ഫുഡ്. അതാണ് ഊട്ടിയിൽ വന്ന ഏറ്റവും നല്ലൊരു വഴി. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഒരു നേരത്തെ വന്നാൽ നല്ല റേറ്റ് ആവും. ട്രിപ്പ് വന്നിട്ട് പുതപ്പം മുറിച്ച് കടന്നുറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നൈറ്റ് ഇറങ്ങിയിട്ട് ചായ അടിക്കാൻ നല്ല കുതിരത്തീട്ടം ചോട്ടി നിൽക്കുന്നു. കാട്ടിന്റെ കുത്ത് കിട്ടാണ്ട് രക്ഷപ്പെട്ടെന്ത് പറയും. ഊട്ടിയിലെ തണുപ്പ് രക്ഷയില്ല. തണുപ്പ് വ്യൂ ആണ് കാര്യം ബില്ല്. നേരെ ടീ ഫാക്ടറിയിലേക്ക് വിട്ട് അതിൽ നേരെ ഇങ്ങനെ പാക്കറ്റ് ആക്കും. എന്നിട്ട് നേരെ താഴെ ഇറങ്ങുമ്പോൾ നേരെ താഴെ നമുക്ക് ചായ ചായ ഫ്രീ. ഇവിടുത്തെ ചായ കുടിക്കരുത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചായ കുടിച്ചതിനെ പിന്നെ അഡിക്റ്റ് ആയിപ്പോകും. ചായ ലവറാണെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ ഇതായിരിക്കും അവസ്ഥ. 4-5 പാക്കറ്റ് ചായപ്പൊടി നമ്മൾ വാങ്ങിയേ. ചായ എങ്ങനെയുണ്ട്? പിന്നെ ഇതാ ഈ ഒരു ചോക്ലേറ്റും ഇതും കഴിച്ചാൽ പിന്നെ അതേ അവസ്ഥയാണ്. വാങ്ങിപ്പോവും. ഞാനും വാങ്ങിയാണ്.